പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ വ്യാഴാഴ്ച ശുശ്രൂഷയിൽ ശക്തമായിട്ട്, അതായത് നമ്മളുടെ മാറ്ററിഞ്ഞിട്ടുള്ളതല്ലായിരുന്നു. അപ്പോൾ ബുധനാഴ്ച ആങ്ങണ്ടിയൂർ പള്ളിയിലേക്ക് മാറില്ലേ. അപ്പോൾ ശരിക്കും എൻ്റെ അവസാനത്തെ ശുശ്രൂഷയായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ദൈവം ചൊരിഞ്ഞ വൻ കൃപകൾ പ്രിയ സഹോദരങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് ആലയത്തിലേക്ക് ഈ 5 വർഷത്തിൽ കടന്നു വന്ന ദൈവമക്കൾ പല ശുശ്രൂഷകൾ, കാറ്റീസം ടീച്ചേഴ്സിന് വേണ്ടി, കുട്ടികളുടെ താമസിച്ചുള്ള റിട്രീറ്റ്, മുതിർന്നവരുടെ താമസിച്ചുള്ള റിട്രീറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള വൈദികരുടെ സെനക്കൽ പ്രയർ, അങ്ങനെ പല വിധത്തിലുള്ള ശുശ്രൂഷകളൊക്കെ അർപ്പിച്ചു. അപ്പോൾ കർത്താവെ ശരിക്ക് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ്, അതുപോലെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഈ ശുശ്രൂഷ, അപ്പോൾ അതിലൊക്കെ വേണ്ടി ശക്തമായിട്ട് ബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന്. നമ്മളുടെ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൻ്റെ ചാനലിലാണല്ലോ നമ്മൾ ഇത്രയും കാലം ഈ ശുശ്രൂഷയൊക്കെ ചെയ്തത്. 1500 സംതിങ് 22 മറ്റൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ദിവസത്തെ ശുശ്രൂഷ. നമ്മൾ ഇന്നത്തോടു കൂടി, ഇന്നലെ കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ നമ്മളെ അച്ഛൻ മാറിപ്പോകുന്നുണ്ട്. പുതിയൊരു മിനിസ്ട്രി നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ പുതിയൊരു ചാനലിലായിരിക്കും നമ്മുടെ ഈ എല്ലാ ദിവസവും ഈ ശുശ്രൂഷ, ഡെയിലിയുള്ള വചന ശുശ്രൂഷ നമ്മൾ പറയും. അത് ഹോറബ് മിനിസ്ട്രീസ് ഇന്നലെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ചാനലിലായിരിക്കും നാളെ തുടങ്ങി, അതായത് ഫെബ്രുവരി മാസം 1 ശനി തുടങ്ങിയിട്ടുള്ള നമ്മുടെ ശുശ്രൂഷ കാണുന്നത് ആയിരിക്കും. നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3:18. അവിടെ വചനം പറയാണ്, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. കുഞ്ഞുമക്കളെ, എല്ലാം ഉണ്ടായില്ല, ഇനി അതിന് എന്താ വ്യാഖ്യാനം ആവശ്യമുള്ളത്? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്. തക്കുളു, മുത്തേ, പഞ്ചാരേ, എന്നിട്ട് ഒടുക്കത്തെ പണി സൈഡിലൂടെ. അങ്ങനെ അതാണ്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ദൈവമേ, ഈ ഒരു വചനം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിനക്ക് ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല എന്നൊക്കെ എന്തുകൊണ്ട് ദാമ്പത്യം പൊളിയുമ്പോൾ പറയാറുള്ള വാക്കുകളാണ്. ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല. എന്താ സഹോദരങ്ങളെ സംഭവം? ഇതാണ് പ്രവൃത്തിയിലും സത്യത്തിലും അല്ലാത്ത സ്നേഹം. അത് ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മളൊരു മിസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടാവോ? ഇല്ലല്ലോ, നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല, അത് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, അന്വർത്ഥമാക്കാം. ഈ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട നിങ്ങളെല്ലാവരെയും ഈ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിലധികം 4 വർഷത്തിലധികം ഈ ശുശ്രൂഷയിലെ ഈ ചാനലിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊന്നുമല്ല, ഇത് നമ്മുടെ ധ്യാന കേന്ദ്രത്തെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പിന്നെ വേറൊരെണ്ണം നമ്മളൊന്നേ എന്ന് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. അത് സന്തോഷത്തോടു കൂടി, കാരണം നമ്മളുടെ അടുത്ത് GBHN ആണെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ബ്രോഷർ ഇടാനോ മറ്റ് വീഡിയോസൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ വേറൊരു ചാനൽ തുടങ്ങുന്നത് കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.